ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത് ഇറാനി പോള എന്ന് പറയുന്ന മലബാർ ഡിഷാണ്. ബീഫ് വെച്ചിട്ടുള്ള ഇറാനി പോളയാണ് ഉണ്ടാക്കുന്നത്. ഈ പോള വളരെ ടേസ്റ്റി, ഉണ്ടാക്കാനും സിമ്പിളാണ്, നല്ലൊരു സ്നാക്ക് ഐറ്റമാണ്. ഗസ്റ്റ് വരികയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. റമദാൻ ഇഫ്താറായിട്ടുമായിട്ട് നല്ല സൂപ്പറാണ്. അതിനു മുമ്പ് റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാനിവിടെ ഒന്ന് ഷെയർ ചെയ്യട്ടെ. ഞങ്ങളുടെ വീടിൻ്റെ പുറത്ത് ഡെയിലി ഞങ്ങൾക്ക് കുറച്ച് കാഴ്ചകൾ ഉണ്ടാവാറുണ്ട്. രാവിലെ ഒരു 5-6 മണി നേരത്തും പിന്നെ വൈകുന്നേരം ഒരു 6-7 മണി നേരത്ത് എല്ലാ ദിവസവും പച്ച തത്ത, ചെറിയ തത്ത ഇതിലേ പറന്നു പോകും. ഞങ്ങളുടെ നെയ്ബർഹുഡിലെ കൂടി പറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പ്രാവശ്യം, ഒരുപാട് തവണ ഇങ്ങനെ പറക്കണ കാണാം. ചിലപ്പോൾ അടുത്ത് കൂടി തന്നെ പോകും. അടുത്ത് കൂടി പോകുമ്പോഴൊന്നും വീഡിയോ എടുത്താലും അത് കിട്ടാറില്ല. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് നേരം നോക്കി നിന്ന് നിങ്ങൾക്ക് അത് ഒന്ന് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട്. നല്ല രസമുള്ളൊരു കാഴ്ചയാണത്. എല്ലാവർക്കും സന്തോഷം തോന്നും. ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അറിയാം വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ കാണാം, കൂട്ടത്തോടുകൂടി ഒരു റോട്ടിൽ നിന്ന് വേറൊരു റോട്ടിൻ്റെ മുകളിൽ കൂടി, പിന്നെ വേറെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട്, പിന്നെ ആ സൈഡിൽ നിന്ന് തിരിച്ച് വീണ്ടും ഇങ്ങോട്ട്. നല്ലൊരു രസമാണത്. അവരിങ്ങനെ രാവിലെയും ഇങ്ങനെ ചെയ്യും, വൈകുന്നേരം അതേപോലെ തന്നെ ചെയ്യും. ഇതിപ്പോൾ ഇവിടെ ഒരു 6:30 മണിയായിട്ടുണ്ട്. നോമ്പ് തുറക്കാൻ കുറച്ച് നേരം കൂടിയുള്ളൂ. ആ സമയത്താണ് വീണ്ടും ഈ കാഴ്ച കാണുന്നത്. എന്ത് പറഞ്ഞാലും ഇത് വളരെ രസമുള്ള ഒരു കാഴ്ചയാണ്. ചിലപ്പോഴൊക്കെ വിൻഡോൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തൊട്ടടുത്ത് കൂടി പോകണതാണ്. അപ്പോൾ നമുക്കതിൻ്റെ നല്ല ചുമന്ന ബീക്കും കണ്ണുവരെയും കാണാൻ പറ്റും ചില സമയത്ത്. വീഡിയോയിൽ കാണുമ്പോൾ വളരെ സ്പീഡിലാണ് പോണത്, പക്ഷെ അതിൻ്റെ സൗണ്ടും അതിൻ്റെ ഒരു ഇത് കാണുമ്പോൾ എനിക്ക് ഒരു സന്തോഷമുള്ളൊരു കാഴ്ചയാണ്. ഇതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, എൻ്റെ ഇളയ മോളുടെ സൗണ്ട് പോലെ ഉണ്ട്. കേ 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 എന്ന് പോയി അതുപോലത്തെ സൗണ്ട് ഉണ്ടാക്കി പോകണുണ്ടില്ലേ എന്ന് പറയും. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ എല്ലാവർക്കും ഡെയിലി എന്തെങ്കിലും തരത്തിലൊക്കെ ഉണ്ടാവും. നമുക്ക് കിട്ടണ സന്തോഷങ്ങളൊക്കെ എടുക്കാൻ ഉള്ള കഴിവുണ്ടാവണം. ചെറിയ ചെറിയ സന്തോഷങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം, എന്നാലേ നിവൃത്തിയുള്ളൂ. അപ്പോൾ ഇത് ശരിക്കും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഡെയിലി ഞാനിവർ വരുന്നതും നോക്കിയിരിക്കും. ചില ദിവസം കണ്ടില്ലെങ്കിൽ ഓർക്കും, എന്ത് പറ്റി ഇന്ന് കണ്ടില്ലല്ലോ എന്നോർക്കും. അപ്പോൾ രാവിലെ അവർ പണിക്കിറങ്ങുന്നതിന് മുമ്പ് ഒരുമിച്ച് കൂടി പോണതായിരിക്കും പണിക്ക്. അതുപോലെ വൈകുന്നേരം വീട്ടിൽ പോകാൻ സമയത്തായിരിക്കും പിന്നെയും ഈ ഒരു കാഴ്ച. ചിലപ്പോൾ കാണാം മരത്തിൽ നിറച്ചും പച്ച തത്തകൾ ഇരിക്കുന്നത്. പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവില്ല, ആ സൗണ്ട് കേട്ട് ശ്രദ്ധിച്ച് നോക്കിയാലേ അറിയുള്ളൂ. അത്ര സ്പീഡല്ലേ, സൂം ചെയ്യുമ്പോഴേക്കും അത് പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു കാഴ്ച വീടിൻ്റെ പുറത്തുള്ളത്. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇറാനി പോള പണ്ടത്തെ കാലത്ത് നമ്മുടെ നാട്ടിലും മലബാർ ഏരിയയിലൊക്കെ പേർഷ്യക്കാരെന്ന് പറയുന്നത് പഴയ ഫോറിനേഴ്സിനായിരുന്നു. ഫോറിനറാണെങ്കിൽ പേർഷ്യക്കാർ എന്ന് തന്നെയാണ് വിളിച്ചിരുന്നത്. അപ്പോൾ പേർഷ്യ ആണല്ലോ ഇപ്പോൾ ഇറാൻ. അങ്ങനെയാണ് ഈ പേര് വന്നത്, ഇറാനി പോള. അപ്പോൾ അന്ന് മുതലേക്ക് ഈ ഫോറിനിൽ നിന്ന് വരുന്ന ഇൻഗ്രീഡിയൻസ്, ക്യാപ്സിക്കം ഒക്കെ പോലത്തെ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ അതിനെ പേർഷ്യൻ കട്ട്ലേറ്റ് എന്നല്ലെങ്കിൽ ഇറാനി പോള ഇതുപോലത്തെ പേരുകൾ ഇടുന്നത് പതിവാണ്. എന്നാലും ഇതിന് ഇറാനായിട്ട് ഒരു ബന്ധമില്ല. ഇതൊരു മലബാർ ഡിഷ് തന്നെയാണ് ഇറാനി പോള. മിക്കപ്പോഴും ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. പക്ഷേ ഇവിടെ ഞാൻ ബീഫ് വെച്ചിട്ട് നല്ല ടേസ്റ്റുള്ളൊരു ഇറാനി പോളയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ചിക്കൻ വെച്ചിട്ടും ഉണ്ടാക്കാം. കുറച്ച് ഡിഫറൻസസ് ഒക്കെ വരുള്ളൂ. വേറൊരു ദിവസം ഷെയർ ചെയ്യാൻ ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ ഇറാനി പോള. ഏറ്റവും ആദ്യം നമുക്ക് സ്പൈസസ് ഒന്ന് വറുത്തെടുക്കണം ഈ പോളയ്ക്ക് ആവശ്യമുള്ളത്. അതിനു വേണ്ടി ഹോൾ സ്പൈസസ് ആയിട്ട് ചെറിയൊരു കഷ്ണം ജാതിക്ക.
ജാതിക്ക വളരെ ചെറിയ പീസാണ്, ഒരു 1/4 ടീസ്പൂണിൽ കുറവുള്ളൂ, കണ്ടില്ലേ? അപ്പോൾ ഒരു ചെറിയ പീസ് കറുകപ്പട്ടയുണ്ട്, അപ്പോൾ സൈസ് മനസ്സിലായല്ലോ. ഒരു ഏലക്ക, 3 ഗ്രാമ്പൂ, 1/4 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂണിൻ്റെ നേരെ പകുതി ചെറിയ ജീരകം. ഇത്തരം സ്പൈസസ് നമുക്കൊന്ന് ചുട്ടെടുക്കാം. ഒരു പാനിലിട്ട് ചുട്ടെടുക്കാം. ഞാൻ മൈക്രോവേവിൽ വെച്ചിട്ട് 1 മിനിറ്റാണ് ചൂടാക്കുന്നത്. ആ സെയിം എഫക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു മിക്സി ജാറിലേക്ക് ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഇനി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ ഒരുപാട് എരിവില്ലാത്ത മുളക് പൊടി യൂസ് ചെയ്യാം. ഇതൊന്ന് നന്നായി പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സ്പൈസ് മിക്സ് റെഡി ആയിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കാം. ഇതാണ് ഈ ഇറാനി പോളയ്ക്ക് യൂസ് ചെയ്യുന്ന സ്പൈസ് മിക്സ്. ഇനി ഒരു വലിയ നോൺ സ്റ്റിക്ക് പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. വെളിച്ചെണ്ണ വേണ്ട കേട്ടോ, സൺഫ്ലവറോ വെജിറ്റബിളോ അങ്ങനെ വല്ലതും. ഇതൊന്ന് ചൂടായി വരുമ്പോൾ 2 ഇടത്തരം സവാള ഇതുപോലെ ചോപ്പ് ചെയ്തതായിരിക്കണം, അത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 വലിയ ടേബിൾ സ്പൂൺ കൊത്തിയരിഞ്ഞ അല്ലെങ്കിൽ ചതച്ച വെളുത്തുള്ളി. ഇത് രണ്ടും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ പച്ചമുളക്, ചെറുതായി കൊത്തിയരിഞ്ഞ പച്ചമുളകാണ്. എരിവ് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാം. ഇതിപ്പോൾ അത്യാവശ്യം സ്പൈസി ആയിരുന്നു, കാരണം മുളക് പൊടിയും ഉണ്ട്, ഈ പച്ചമുളകും ഉണ്ട്. അപ്പോൾ ഇതൊന്ന് വഴറ്റി ആ വെളുത്തുള്ളിയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ബീഫ് ആഡ് ചെയ്യാം. ഇവിടെ 300 ഗ്രാം മിൻസ്ഡ് ബീഫാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മിൻസ്ഡ് ബീഫ് 1 ടേബിൾ സ്പൂൺ വിനെഗർ ഇട്ടൊന്ന് തിരുമ്പി നന്നായി കഴുകി അരിപ്പ പാത്രത്തിൽ പ്രസ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കും. തീ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വെള്ളം ഇറങ്ങി വരും. വെള്ളം ഇറങ്ങി വന്ന് അത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക. വെള്ളം പതുക്കനെ വറ്റിപ്പോവും. ഇപ്പോൾ വെള്ളം കുറേയൊക്കെ വലിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോഴും ഫ്ലെയിം ഹൈയിൽ തന്നെയാണ്, ഇളക്കിക്കൊണ്ടിരിക്കുക. ആ ബീഫിൻ്റെയും ഒരു മണം ഉണ്ടാകും, ഒരു പച്ചമണം, അതും മാറി കിട്ടണം. എന്നിട്ട് നമുക്കിത് സ്പൈസ് മിക്സ് ആഡ് ചെയ്യാം. ഇപ്പോൾ തീ കുറച്ച് കുറയ്ക്കാം, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പിന്നെയും ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കാം. ഇതിലേക്ക് ഇനി ഒരു ചെറിയ ടൊമാറ്റോ ചോപ്പ് ചെയ്തിട്ടുണ്ട്, അതും കൂടി ചേർക്കണം. ബീഫ് ഒരുവിധം കുക്ക്ഡായിട്ടുണ്ട്. മിൻസ്ഡ് ബീഫാണല്ലോ, വേഗം കുക്കാവും. ഇനിയിപ്പോൾ നിങ്ങൾ മിൻസ്ഡ് ബീഫ് അല്ല ഉപയോഗിക്കുന്ന കൊത്തിയരിഞ്ഞ ചെറിയ കഷ്ണമായിട്ടുള്ള ബീഫാണെങ്കിൽ അത് ആദ്യം ഒന്ന് വേവിച്ചിട്ട് വേണം ഇതേപോലെ ഉണ്ടാക്കാൻ. ഉപ്പ് പാകത്തിന് ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂണാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് 300 ഗ്രാം ബീഫിന്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ടൊമാറ്റോസൊക്കെ ഒന്ന് സോഫ്റ്റ് ആയതിന് ശേഷം ഇതിലേക്ക് ചോപ്പ് ചെയ്ത മല്ലിയിലയും കൂടി ചേർക്കാം. 1/2 കപ്പ് ഫ്രഷ് മല്ലിയില ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഏറ്റവും അവസാനം 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർക്കുന്നുണ്ട്, ഒരു മോയിസ്റ്റ് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്നും കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീഫ് ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി ബാറ്ററിന് വേണ്ടി നമുക്ക് ഒരു ബ്ലെൻഡറിലേക്ക് 3 മുട്ട പൊട്ടിച്ച് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 3/4 കപ്പ് പാല്, 175 മില്ലി, പിന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ കോൺ ഓയിലോ അങ്ങനെ വല്ലതും യൂസ് ചെയ്യാം. എന്നിട്ട് ഉപ്പ് 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് അടിച്ച് പതപ്പിക്കാൻ പോവുകയാണ്. കുറച്ച് നേരം അടിച്ചതിന് ശേഷം ഇതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. 1 കപ്പ് മൈദ,
240 ml കപ്പാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ടുണ്ട്. ഒന്നും കൂടി നന്നായിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ലൊരു തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് കിട്ടുന്നത്. നമ്മുടെ ബാറ്റർ റെഡിയാണ്. ഇനി നമുക്ക് വേഗം പോള ഉണ്ടാക്കാം. ഒരു നോൺ സ്റ്റിക്ക് പാനാണ് എടുക്കുന്നത്. അത്യാവശ്യം ആ ഫില്ലിങ്ങും ബാറ്ററും കൊള്ളാൻ പറ്റിയ ഒരു പാനായിരിക്കണം. അപ്പോൾ പഴയൊരു തവ എടുക്കേണ്ടത്, കഴിയുന്നതും നല്ല കട്ടിയുള്ള തവ പഴയത്. 1 മിനിറ്റ് തീയിൽ വെച്ച് ചൂടായതിന് ശേഷം പാൻ വെച്ച് കൊടുക്കാം. പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്ന് തടവി കൊടുക്കാം, സൈഡും അടിയിലും എല്ലായിടത്തും ഒരേപോലെ. എന്നിട്ട് നമ്മുടെ ഈ ബാറ്ററിൻ്റെ ഒരു 1/4 ഭാഗം, കുറച്ച് ബാക്കി വെക്കണം, ബാക്കി 1/4 ഭാഗത്തോളം അടിയിലിട്ട് കൊടുക്കും. കൂടുതൽ ബാറ്റർ താഴെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ലെയർ ആദ്യം നമുക്ക് ഇതുപോലെ ഈ തവട മുകളിൽ ഏറ്റവും ലോ ഹീറ്റിലേക്ക് ആക്കിയിട്ടുണ്ട് ഫ്ലെയിം. 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ ഇത് ഇങ്ങനെ ആയിട്ടുണ്ട്. ഒന്നും ഇങ്ങനെ ഒരു പാൻ കേക്കൊക്കെ സെറ്റ് ആകുന്നത് പോലെ പതുക്കനെ സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ വെന്തിട്ടൊന്നുമില്ല. നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ബീഫ് ഫില്ലിങ്ങിലേക്ക് 1/2 കപ്പ് ഷ്രെഡ് ചെയ്ത് ക്യാബേജും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. ഇതിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് ആ ചൂടോടുകൂടി ഇടാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇതുപോലെ ചൂടാറി കഴിഞ്ഞതിന് ശേഷമാണ് ക്യാബേജ് ചേർക്കുന്നത്. അപ്പോൾ ഈ 3 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞ് ആ ലെയറിലേക്ക് വേഗം തന്നെ ഈ ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈവനായിട്ട്. പതുക്കനെ ഒന്ന് ഒരുപാട് അമർത്താണ്ട് ഒന്ന് പാക്ക് ചെയ്ത് കൊടുത്താൽ മതി, ഫ്ലാറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇനി ബാക്കിയുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. ഒന്ന് ചുറ്റി കൊടുക്കാൻ, എന്നിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ല തിക്ക് ബാറ്റർ അല്ലേ, ആ ബ്ലെൻഡറിൻ്റെ അടിയിൽ കുറച്ച് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം കൂടി പോകരുത്. വെള്ളം അല്ലെങ്കിൽ പാലായാലും കുഴപ്പമില്ല. ഞാൻ വെള്ളമാണ് ഒഴിച്ചത്, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, മുകളിലത്തെ ലെയർ അത്ര കട്ടി ഉണ്ടാവില്ല, അടിയിലത്തെ പോലെ ഇത്രയും മതി. ഇനി വേഗം തന്നെ നമുക്ക് മുകളിൽ ഇത് ഗാർണിഷ് ചെയ്യാനുള്ള കുറച്ച് ഐറ്റംസ് ഇട്ട് കൊടുക്കാം. ഒരു പച്ച ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, അത് ഇതുപോലെ റിങ്ങായിട്ട് അരിഞ്ഞിട്ടുണ്ട്. കഴിയുന്നതും തിന്നായിട്ടുള്ള സ്ലൈസസ്, എന്നാൽ ആ റിങ് അതേപോലെ കിട്ടാൻ നോക്കണം. ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ക്യാപ്സിക്കം ഇതിൽ കുക്കാവുമ്പോൾ അതിൻ്റെ ആ ഒരു മണം നല്ല രസമാണ് ഈ പോളയ്ക്ക്. ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അത് ഇതുപോലെ സ്റ്റിക്സ് ആയിട്ട് ജൂലിയൻ കട്ട് ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറിയ സ്റ്റിക്സ് ആയിട്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാൻ. പിന്നെ ഒരു 1/2 ടൊമാറ്റോ ചെറിയ ചെറിയ ക്യൂബ്സ് അല്ലെങ്കിൽ ഇതുപോലെ ഡൈസ് ചെയ്ത് ടൊമാറ്റോ ആണ്. അപ്പോൾ ടൊമാറ്റോ എടുക്കുമ്പോൾ ടൊമാറ്റോയുടെ കുരുവുള്ള ഭാഗമില്ല, നനവുള്ള വെള്ളം കൂടിയ ഭാഗം അത് യൂസ് ചെയ്യണില്ല, ബാക്കി ഉള്ളതാണ് ഡൈസ് ചെയ്ത് ചേർക്കുന്നത്. അങ്ങനെ നമ്മൾ ടോപ്പിങ്സ് ഒക്കെ ഇട്ട് ഇനി വേഗം കവർ ചെയ്ത് ഒരു 20 മിനിറ്റോളം എടുത്തു എനിക്ക് ഇത് കുക്കായി കിട്ടാൻ. ഒരു 5-6 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ മല്ലിയില, കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുകളിൽ, ഒരു നല്ല മണം ഗാർണിഷിനായിട്ട്. മൂടി വയ്ക്കാം. ടൈറ്റായിട്ടുള്ള മൂടിയാണ് കേട്ടോ. അപ്പോൾ ഒരു 5-6 മിനിറ്റ് ആകുമ്പോൾ നമുക്കിത് ചെക്ക് ചെയ്ത് കൊടുക്കണം. അടിയിൽ നിന്ന് സെറ്റായി വരുന്നില്ലെന്ന് കാണാം, ആ ബാറ്ററിൻ്റെ കളറ് മാറുന്നത് കാണാം. 20 മിനിറ്റ് ഇതുപോലെ വളരെ ലോ ഫ്ലെയിമാണ് കേട്ടോ. അപ്പോൾ ഒരു 6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സ്പാച്ചുല വെച്ച് ചെക്ക് ചെയ്യാൻ എളുപ്പമാണ്. 12 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഒരു ഭാഗത്ത് ബാറ്ററി കുറച്ച് നനവ് കൂടുതലുണ്ട്. ഇനി ഈ ഒരു ഏരിയയിൽ മാത്രം ബാറ്ററി കുറച്ചും കൂടി കുക്കാവുന്നുണ്ട്, ബാക്കി സ്ഥലമൊക്കെ കുക്കായിട്ടുണ്ട്. തൊടുമ്പോഴൊരു ചെറുതായിട്ടൊരു ബൗൺസി ഫീലിംഗ് ഉണ്ടാവും. അങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ
വേവ് കുറവുള്ള ഭാഗവും കുക്കായി കറക്റ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് സെർവ് ചെയ്യാൻ ആദ്യം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കമത്തി കൊടുക്കാം. എന്നിട്ട് ആ പ്ലേറ്റിൽ നിന്ന് വീണ്ടും സെർവിങ് പ്ലേറ്റിലേക്ക് കമത്തി കൊടുക്കുമ്പോൾ ആ സൈഡ് കറക്റ്റായിട്ട് നമ്മുടെ പോള സെർവ് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, ഈ അടിഭാഗം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ക്രിസ്പായിട്ടുണ്ട്, ബ്രൗൺ കളറായിട്ടുണ്ട്. സൈഡിലുള്ള ഭാഗത്ത് ആ ബീഫൊക്കെ കുറച്ചൊന്ന് കാണുന്നുണ്ട്, പക്ഷെ അങ്ങനെ അടി പിടിച്ചിട്ടൊന്നുമില്ല. ഇത്രയും ലോ ഫ്ലെയിമും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഹീറ്റിലല്ലേ നമ്മൾ കുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ വീണ്ടും കമത്തിയെടുത്ത് നമ്മുടെ പോള റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാൻ. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. പിന്നെ ഈ ഒരു പോള എന്ന് പറഞ്ഞാൽ വീണ്ടും ചൂടാക്കിയാലും ടേസ്റ്റിന് ഒരു കേടും പറ്റുന്നില്ല. ഞാൻ മൈക്രോവേവിൽ വെച്ച് 2 മിനിറ്റ് വരെയും വെച്ച് ചൂടാക്കുമ്പോൾ അത് നല്ല പാകത്തിന് ചൂടോടെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പം നോമ്പിനൊക്കെ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചാലും ഒരു പ്രശ്നമില്ല. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നന്നായിട്ട് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബീഫ് ഇറാനി പോള റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്ക്. കുറച്ചും കൂടി ദിവസം നോമ്പിന് ബാക്കിയുണ്ട്. ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു വിഭവമാണ്. അല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോഴും സ്നാക്ക് ടൈം ഒരു 4 മണി പലഹാരമായിട്ട് നല്ലൊരു ഐറ്റമാണിത്. ട്രൈ ചെയ്ത് നോക്കിയാൽ വിവരം അറിയിക്കണം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ പുതിയ വീഡിയോസിന് അപ്ഡേറ്റ് കിട്ടണമെങ്കിൽ ആ ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.